നമസ്കാരം. മധുരം ഇഷ്ടമില്ലാത്തവർ ചുരുക്കമാണ് അല്ലേ? എനിക്ക് മധുരം വളരെ ഇഷ്ടമാണ്. ഇന്നത്തെ വിഷയം മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ കുറേ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് മധുരം ഒന്ന് മാറ്റിവെച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും എന്നതാണ് ഇന്നത്തെ വിഷയം. അതായത് മധുരം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ക്രേവിങ് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആണ് അല്ലേ? അതെന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ പഞ്ചസാര എന്നല്ല, ഏതൊരു മധുരമുള്ള ഭക്ഷണവും കഴിക്കുന്ന സമയത്ത് ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സന്തോഷം തരുന്ന ഒരു ഹോർമോണാണ്. ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് വരും, ശരിയല്ലേ? നമ്മളിങ്ങനെ മധുരം ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം, ഒരു ഗൂഢ സന്തോഷം ഉള്ളിൽ നിന്ന് വരും അല്ലേ? അപ്പൊ വീണ്ടും കഴിക്കാൻ തോന്നും. വീണ്ടും കഴിക്കാൻ തോന്നുന്ന ആ ക്രേവിങ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഡോപ്പമിൻ സെക്രീഷൻ ആണ് അത് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ, ലഹരി സാധനങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് ഷുഗർ കഴിക്കുമ്പോഴും. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ശരിക്ക് അത്ര നല്ലതല്ല ഷുഗർ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം, ഈ ഷുഗർ നമ്മുടെ ശരീരത്തിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മൾ കൊടുക്കാതിരുന്നാൽ, ഷുഗർ എന്നല്ല, ഷുഗർ കണ്ടെയ്നിങ് ഫുഡ്സും എല്ലാം, മെയിൻലി മോർ കാർബ്സും കൊടുക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും, തല മുതൽ പാദം വരെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. അപ്പൊ നമ്പർ 1 ആയിട്ട് നമുക്ക് പറയാവുന്നത് ഈ രോഗികളുടെ കാര്യം തന്നെ. ഇപ്പൊ ശരിക്ക് ഡയബറ്റിക് പേഷ്യൻസ് ആവട്ടെ, കൂടുതൽ ഫാറ്റി ലിവർ ഉള്ളവരാവട്ടെ, ഒബീസിറ്റി ഉള്ളവർ, അമിത വണ്ണമുള്ളവരാവട്ടെ, വയറ് ചാടിയവർ, ഇവരെല്ലാം തന്നെയും പഞ്ചസാര കുറയ്ക്കുന്നവരായിരിക്കും. പൊതുവെ പഞ്ചസാരയോട് ഒരു പേടിയുള്ള, കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കുന്നവർ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും അവര് ഈ അന്നജം കഴിക്കുന്നുണ്ടാവും, കാർബോഹൈഡ്രേറ്റ്. ചിലർ പറയും ഞങ്ങൾ അരി കഴിക്കുന്നില്ല, ഗോതമ്പ് കഴിക്കുന്നു മാഡം എന്ന് പറയും. ചിലർ പറയും ഞങ്ങൾ ഗോതമ്പ് കഴിക്കുന്നില്ല, മില്ലറ്റ്സാ കഴിക്കുന്നത്. ഇതെല്ലാം ഒരു കാറ്റഗറിയാണ്. എങ്കിലും ഇതൊക്കെ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആകുമ്പോൾ അത്രയും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആകുമ്പോഴാണ് ഇത് വലിയ പ്രശ്നമാവുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പഞ്ചസാര ഏത് വിധത്തിലും ഏതൊരു രൂപത്തിലും നമ്മൾ രണ്ടാഴ്ചത്തേക്ക് ഒഴിവാക്കുക. രൂപത്തിൽ എന്ന് പറയുമ്പോൾ അന്നജത്തിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഒരു ദിവസം ഒരു 30 മുതൽ 50 ഗ്രാം വരെ ആക്കുക. എന്നിട്ട് നമ്മൾ ഒരു കീറ്റോജനിക് ഡയറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അവിടെ പഞ്ചസാര എന്നുള്ള വാക്ക് പോലും ഇല്ല. ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള റിഫൈൻഡ് ഫുഡ്സ് എല്ലാം അറിയാമല്ലോ, മൈദ, പഞ്ചസാര, ബ്രെഡ്, പൊറോട്ട, പാസ്ത, ചൈനീസ് നൂഡിൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റുന്നു. ഷുഗർ എന്നുള്ള വാക്കിൽ അതുള്ള ഹണി ആവട്ടെ, മറ്റുള്ള മധുരത്തിലുള്ള ശർക്കര ആവട്ടെ, തേനാവട്ടെ, അതുപോലെ പഞ്ചസാര ആവട്ടെ, ഇവയെല്ലാം നമ്മൾ മാറ്റുന്നു. ഐസ്ക്രീം ആവട്ടെ, കൂൾ ഡ്രിങ്ക്സ് ആവട്ടെ, കോളയാവട്ടെ, ഇതെല്ലാം നമ്മൾ മാറ്റുന്നു. അതിന് പകരം നമ്മൾ കഴിക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്ന കീറ്റോജനിക് ഡയറ്റ് ഉണ്ട്. അതിൽ കൂടുതലായിട്ട് നമ്മൾ നല്ല പ്രോട്ടീനും നല്ല കൊളസ്ട്രോളും അതോടൊപ്പം നിറയെ വൈറ്റമിൻസും മിനറൽസും നല്ലവണ്ണം ഫൈബറും അടങ്ങിയ ഒരു നല്ല സാലഡ് കണ്ടെയ്നിങ് ഫുഡ്സ്, അതുപോലെ നല്ല നട്ട്സും സീഡ്സും ലീഫി വെജിറ്റബിൾസും ഒക്കെയുള്ള എക്സലന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഈറ്റിംഗ് പ്ലാനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്പർ 1 ആയിട്ട്, സത്യം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ദൈവം സഹായിച്ചല്ലെങ്കിൽ പേഷ്യൻസിന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും എനിക്ക് വലുതായ പ്രശ്നങ്ങൾ, അസുഖങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഇല്ല. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ ജീവിതത്തെ കാണുന്നത് കൊണ്ട് തന്നെയാണ് അസുഖം വന്ന് മരുന്ന് കഴിക്കേണ്ട എന്നുള്ള ഒരു അവസ്ഥ, ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഈ ഷുഗർ കംപ്ലീറ്റ് മാറ്റി നിർത്തുന്ന സമയത്ത്. ഷുഗർ എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പം രാവിലെ ചായയും കോഫിയും കുടിച്ചാൽ ഷുഗർ അതിനകത്ത് വരും. അതില്ലാതെയും കുടിക്കുന്നവരുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് വളരെ കൂടുതൽ കഴിക്കുക. അതോടൊപ്പം വാട്ടർമെലൺ, ഇങ്ങനെ ചില ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതും നമുക്ക് ഈ ഷുഗറിന്റെ ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് കൂടും. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഷുഗർ തന്നെയാണ്, അത്
ഫ്രൂട്ട്സിലുള്ളത് ഫ്രക്ടോസ് ആണെന്നേ ഉള്ളൂ. ആ ഫ്രക്ടോസ് ഡിവൈഡ് ചെയ്ത് വരുന്നത് ഷുഗർ തന്നെയാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് പോലും നമ്മൾ ലോ കലോറിഫിക് വാല്യൂ ഉള്ള ഫ്രൂട്ട്സ് ആണ് നമ്മളവിടെ ഓപ്റ്റ് ചെയ്യേണ്ടത്. അധികം കഴിക്കാതെ ഫ്രൂട്ട്സ് കുറയ്ക്കുക, വളരെ നന്നായിട്ട് കുറയ്ക്കണം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഒരു 30 ഗ്രാം ആക്കി കുറയ്ക്കുക എന്നുള്ളത് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ കൂടിയും അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പോകണമെന്നുള്ളത്. ഒരു ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും എങ്ങനെ എൻഡ് ചെയ്യണമെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമ്പർ 1 ആയിട്ടുള്ളത് ഷുഗർ ലെവൽ നന്നായിട്ട് കുറയും. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള ഷുഗർ മാറ്റി നിർത്തുന്നത്, അതോടൊപ്പം കാർബോഹൈഡ്രേറ്റ്സും മാറ്റി നിർത്തുന്നത്. രണ്ടാമത് ഫാറ്റി ലിവർ പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ് ഫാറ്റ്സ്. അപ്പം ഇവിടെ ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും നമ്മൾ കുറച്ചുകൊണ്ട് വരുമ്പോൾ പിന്നെ നമ്മളുടെ സോഴ്സ് ഓഫ് എനർജി, നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഊർജ്ജം ആവശ്യമാണ്. അത് ഫാറ്റ് ആണ് ലൈസ് ചെയ്യുന്നത്. ഫാറ്റ് കീറ്റോൺ ബോഡീസ് ആയിട്ട് മാറി നമ്മുടെ ഊർജത്തിന് വേണ്ടി അത് ചെലവാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റൈസ് ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽസിൽ മുഴുവനും ഈ കൊഴുപ്പ് കയറി അടിഞ്ഞിട്ട് ഈ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പം പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ബ്ലഡിലോട്ട് വിടുന്നുണ്ട്, പക്ഷെ ഇൻസുലിന് യാതൊരു പ്രയോജനം, ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എല്ലാ കോശങ്ങളും, നമ്മളുടെ വിസറൽ, നമ്മുടെ അകത്തുള്ള ആന്തരിക അവയവങ്ങളിലുള്ള എല്ലാ കോശങ്ങളും, നമ്മളുടെ ഓരോരോ കോശങ്ങളിലും ഉള്ള ഈ എന്താ പറയുക റിസപ്റ്റർ ഉണ്ടല്ലോ, ഇൻസുലിൻ കൊണ്ടുപോയി ഷുഗറിനെ എടുത്തിട്ട് ഇൻസുലിൻ ഓരോ കോശങ്ങൾക്കകത്തും കയറ്റി വിടണം. ഒരു റിസപ്റ്റർ സൈറ്റ് എന്ന് പറയും സെല്ലിൽ, അതെല്ലാം അടഞ്ഞിരിക്കുകയാണ്. എന്ത്? കൊഴുപ്പ് കൊണ്ട്. അപ്പൊ ഈ കൊഴുപ്പിനെ മാറ്റാനായിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മാർഗമാണ് ഈ ഒരു ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും മാറ്റുക. കാർബോഹൈഡ്രേറ്റ്സും ഷുഗറുമാണ് എപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് മാറ്റി കഴിയുമ്പോൾ അപ്പോൾ ആ ഇരിക്കുന്ന കൊഴുപ്പിനെ നമ്മുടെ ശരീരം ഇല്ല. ഇപ്പൊ ഷുഗറും ഇല്ല, കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല, ഇത് രണ്ടുമാണല്ലോ നമുക്ക് ഊർജം തരുന്ന മെയിൻ ആയിട്ട്. അതില്ലാത്തപ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ കൊഴുപ്പ്. ഈ കൊഴുപ്പിനെ എടുത്ത് അപ്പോൾ നമ്മുടെ കോശങ്ങളുടെ ചുറ്റിനും ഇരിക്കുന്ന കൊഴുപ്പെല്ലാം അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇൻസുലിൻ സെൻസിറ്റൈസ് ചെയ്യും, ഇൻസുലിൻ ആക്റ്റീവ് ആവും, ഇൻസുലിൻ പ്രവർത്തിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ്, ഷുഗർ ലെവൽ കുറയും. അപ്പൊ നിങ്ങൾക്ക് യു വിൽ ഫീൽ മോർ എനർജറ്റിക്, ഭയങ്കര എനർജി ആവും, ആരോഗ്യം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ശരീരത്തിന്റെ ഷേപ്പ്, മുഖമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളുകളുടെ കുറെ വീർത്തിട്ട് ആകെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും മൊത്തത്തിൽ ശരീരം. അതൊക്കെ ഒന്ന് ഷേപ്പ് വരാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അകത്തുള്ള ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി ആണ്. ഒരു വീക്കം ഉണ്ടാവും, എല്ലാ സെൽസിലും നീർവീക്കം ഉണ്ടാവും. ആ നീർവീക്കം പോവും, വെള്ളം ഇറങ്ങിപ്പോവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിം ആവും, നമ്മള് ഒരു സ്ലിം ആൻഡ് ട്രിം ആവും. അതോടൊപ്പം തലച്ചോറിന് നല്ലൊരു ക്ലിയർ, അതായത് നമുക്കൊരു നല്ലൊരു ബ്രെയിൻ ഫോഗ് മാറും. അല്ലെ മറ്റേത് എപ്പോഴും മന്ദതയായിരിക്കും. ആ ബ്രെയിൻ ഫോഗ് മാറിയിട്ട് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി വരും, മെമ്മറി പവർ കൂടും, ഉറക്കം നന്നായിട്ട് വരും. ഉറക്കം വരും, യാതൊരു സംശയമില്ല, നല്ല സൗണ്ട് സ്ലീപ്പ് ആയിരിക്കും, നല്ല ഉറക്കം വരും. മോഷൻ പോകാനുള്ള സാധ്യത, നന്നായിട്ട് മോഷൻ പോകും. വിശപ്പിന്റെ കാര്യം, എപ്പോഴും വിശക്കുന്ന, ഇപ്പം ശരിക്കും ഇൻസുലിൻ എടുക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ ഷുഗറിന് ഉള്ള ആന്റി ഡയബറ്റിക് മെഡിസിൻസ് എടുക്കുന്നവരാവട്ടെ, അവർക്കെല്ലാം തന്നെ വിശപ്പാണ്, എപ്പോഴും വിശപ്പാണ്. കഴിക്കുക, പെട്ടെന്ന് തന്നെ മെഡിസിൻ കഴിക്കില്ലേ, അപ്പൊ മെഡിസിൻ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഷുഗർ മോളിക്യൂളിനെ എടുത്തോണ്ട് പോകുമല്ലോ. അത് ആ സമയത്ത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഷുഗർ മോളിക്യൂളിനെ എടുത്തോണ്ട് പോകും. അങ്ങനെയുള്ള മെഡിക്കേഷൻസ് ആണല്ലോ അത്. ഷുഗർ മോളിക്യൂളിനെ എടുത്തോണ്ട് വീണ്ടും വയറിനകത്ത് വിശപ്പാവും. അപ്പോൾ ഇങ്ങനെയുള്ള പെട്ടെന്ന് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ് ഷുഗറും ഷുഗർ കണ്ടെയ്നിങ് ഭക്ഷണങ്ങളും അതുപോലെ കാർബോഹൈഡ്രേറ്റ്സും. അപ്പൊ അങ്ങനെയുള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വിശപ്പുണ്ടാക്കും. അപ്പൊ അത് കുറഞ്ഞു, വിശപ്പ് കുറഞ്ഞു, അതായത് ഹങ്കറും കുറഞ്ഞു, ക്രേവിങ്ങും കുറയും. അതായത് നമുക്ക് കഴിക്കാനുള്ള ആർത്തിയും കുറയും, വിശപ്പും കുറയും, നല്ല ഒരു സമാധാനം വയറിന് കിട്ടും. അതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ ഈ കൊളസ്ട്രോളിന്റെ അളവ്. കൊളസ്ട്രോൾ എവിടുന്നാ വരുന്നത്? പ്രധാനമായിട്ട് ഈ ഷുഗർ കൺവേർട്ട് ചെയ്താണ് മിക്കവാറും കൊളസ്ട്രോൾ ആവുന്നത്. അല്ലാതെ പാവം നമ്മൾ കൊളസ്ട്രോളിനെ പിടിച്ച് പ്രതിക്കൂട്ടി കയറ്റി നിർത്തരുതെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ. ഫാറ്റിൽ നിന്നല്ല കൊളസ്ട്രോൾ ശരിക്കും വരുന്നത്, അത് കൊഴുപ്പ് വരുന്നത് പ്രധാനമായി അന്നജത്തിൽ നിന്ന് തന്നെയാണ് കൊഴുപ്പായി മാറുന്നത്. അന്നജം കൊഴുപ്പായിട്ടാണ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും തീർച്ചയായും ഈ ഒരു ഷുഗർ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോളും അവിടെ കുറയും.
ഫാറ്റി ലിവർ പ്രത്യേകിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ഫാറ്റി ലിവർ. ഞാൻ എത്രയോ പേർക്ക് ഗ്രേഡ് 4 ഫാറ്റി ലിവറിൽ നിന്നും ഒരു 6 മാസം കൊണ്ട് 0 ആക്കിയ ഒരു ഡോക്ടർ തന്നെയാണ് ഞാൻ. അവിടെ യാതൊരു മരുന്നും കൊടുത്തിട്ടില്ല. മരുന്നിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു കാര്യമാണ് ഫാറ്റി ലിവർ. അവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതോടൊപ്പം തന്നെ ഒരു കീറ്റോജനിക് ഡയറ്റ്, എക്സാക്ട്ലി അതോടൊപ്പം എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, ഡീപ് ലൈഫ്, അങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അവിടെ നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. എക്സസൈസ് ഹോൾസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ബോത്ത് ഡയറ്റ് ആൻഡ് എക്സസൈസ്, ഭക്ഷണവും അതോടൊപ്പം വ്യായാമവും രണ്ടും ഷുഡ് ഗോ സൈഡ് ബൈ സൈഡ്. രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ട് ഒരുമിച്ച് പോകേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ മറ്റുള്ള അസുഖങ്ങൾക്ക്. ഇപ്പോൾ ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണെങ്കിൽ കൂടിയും ഈ ഒരു ഷുഗർ മാറ്റി നിർത്തുമ്പോൾ വളരെ കൂടുതൽ വേദന, ശരീരത്തിന് വേദനയുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് വേദന നന്നായിട്ട് കുറയുകയാണ്. ജോയിന്റ് പെയിൻ, ചിലർക്കൊക്കെ ഭയങ്കര ജോയിന്റ് പെയിൻ, അത് തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് എപ്പോഴും ദേഹത്ത് വേദനയാണ്, അത് കംപ്ലീറ്റ് മാറ്റും. അതുപോലെ തന്നെയാണ് ബ്രെയിനിനുള്ള ക്ലാരിറ്റി, നമ്മുടെ മെമ്മറി പവർ കൂടുക. പിന്നെ നമ്മുടെ ആർട്ടറീസ് ഒക്കെ ക്ലീൻ ആവും. ആർട്ടറീസ് എന്ന് പറയുന്നത് അകത്തുള്ള രക്തക്കുഴല്, ഞരമ്പുകൾ ഒക്കെ തന്നെ വളരെ ക്ലിയർ ആവും. അതോടൊപ്പം കിഡ്നിയുടെ ഫങ്ഷൻസ് നന്നായിട്ട് കൂടും. ഐയുടെ ഇപ്പൊ കണ്ണ്, പലർക്കും ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരും. അപ്പൊ അത് ഷുഗർ കൂടിക്കിടക്കുന്നതാണ് എല്ലാത്തിനും കാരണം. അപ്പൊ കണ്ണിന്റെ കാഴ്ച ശക്തി കൂടുതലായിട്ട് കൂടുതൽ ബെറ്റർ ആവും. അതുപോലെ കിഡ്നിയുടെ ഫങ്ഷൻസ് വളരെ നന്നായിട്ട്, കിഡ്നിയുടെ ഫങ്ഷനിങ് എബിലിറ്റി കൂടും. RFT, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ വളരെ നന്നായിട്ട് മെച്ചപ്പെടും നേരത്തേനേക്കാൾ. EGFR, അതായത് ഗ്ലോമറുലോ ഫിൽട്രേഷൻ റേറ്റ്, അത് കിഡ്നിയുടെ ഫങ്ഷനിങ് എബിലിറ്റിയും ഫിൽറ്ററിങ് കപ്പാസിറ്റിയും ബെറ്റർ ആവും. അതുപോലെ തന്നെ വയറിനകത്ത് നമുക്ക് വളരെ സമാധാനമായ ഒരു അന്തരീക്ഷമായിരിക്കും വയറിനകത്ത്. എപ്പോഴും നമ്മളിങ്ങനെ അന്നജം കൊടുത്തോണ്ടിരിക്കുമ്പോൾ വയറിനകത്ത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷുഗർ കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് അതിന് പകരം കഴിക്കേണ്ടത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പല വീഡിയോസിലും ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തന്ന LK ഡയറ്റ് പ്ലാൻ ഒരു പരിധിവരെ ഏകദേശം നമ്മൾ ഷുഗറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, എക്സലന്റ് ആയിട്ടുള്ള ഷുഗർ ഫ്രീ ഡയറ്റ് ആണ് ഗ്രെയിൻ ഫ്രീ ഡയറ്റ്. വീഡിയോ ഫ്രം 327-343 ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആണ്. ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിട്ട് ഒരു ഷുഗർ ഫ്രീ ഡയറ്റ് ആണ്. LK ഡയറ്റും അത് തന്നെയാണ്, ഷുഗർ ഫ്രീ ഡയറ്റ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം ആണെങ്കിലും അതുപോലെ ഓട്സ് ആണെങ്കിലും റാഗി ആണെങ്കിലും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അതുപോലെ മില്ലറ്റ്സും. അപ്പൊ ഇതൊക്കെ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് കഴിക്കാം ദിവസവും. എങ്കിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നോൺ വെജിറ്റേറിയൻസ്, ഫിഷ്, മീറ്റ്, അതുപോലെ തന്നെ മുട്ട, എഗ്ഗ്. അത് നാടൻ കോഴി ഇറച്ചി, നാടൻ കോഴി മുട്ട എന്നുള്ളത് വളരെ നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ അതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിറയെ ലോഡ്സ് ഓഫ് സാലഡ്സ്, 2 നേരം സാലഡ്സ് നന്നായിട്ട് എടുക്കുക. ഇത്രയും ഞാൻ എപ്പോഴും പറയുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഇത്രയും സാലഡ്സും ഇത്രയും ഫിഷും, ഇത്രയും സാലഡ്സും ഇത്രയും, അല്ലെങ്കിൽ നാടൻ ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ, ബീഫ് ഞാൻ അധികം പറയാറില്ല, അത്ര നല്ല ഒരു കാര്യമല്ല. ഇടയ്ക്ക് യു ക്യാൻ ടേക്ക് വൺസ് ഇൻ എ വൈൽ. അത് കഴിഞ്ഞ് മുട്ടയാണെങ്കിലും ഇത്രയും മുട്ട കഴിക്കുക. അതോടൊപ്പം നമ്മൾ വളരെ കുറഞ്ഞ അന്നജം എന്ന് പറയുമ്പോൾ ഒരു ഇഡ്ഡലി, അതുപോലെ തന്നെ ഇത്ര ചോറ്, റൈസ്. അപ്പൊ ഏകദേശം ഇത്ര ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുമ്പോൾ റൈസ് വരുന്നില്ല, അതിന് പകരം പയറ്, കടല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണക്രമം. പിന്നെ കരിഞ്ജീരക ചായ രാവിലെ, മല്ലിച്ചായ, പെരുംജീരക ചായ, അങ്ങനെയുള്ള ചായകൾ ഹൈ ആന്റി ഓക്സിഡൻസ് ആണ് അത് മുഴുവനും. അത് ഒത്തിരി മെഡിക്കേറ്റഡ് ആണ്. ക്രേവിങ് കുറയും, അതുപോലെ ഹങ്കർ, വിശപ്പും കുറയും, നമ്മളെ ആർത്തിയും കുറയും. പിന്നെ ഭക്ഷണത്തിനോടുള്ള ഒരു ഭയങ്കര ആർത്തിയാണല്ലോ ഈ കൂടുതൽ, പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരവസ്ഥയും അതിനകത്തൂടെ മാറിക്കിട്ടും. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ആവശ്യം വളരെയേറെയാണ്. ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നതിന് നമ്മൾ ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് പ്രധാനമായി വെർജിൻ കോക്കനട്ട് ഓയിലും. അതുപോലെ ആട്ടിയ വെളിച്ചെണ്ണ ഒരു പരിധി വരെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെങ്കിലും അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ മൈക്രോഫ്ലോറയുടെ ഭക്ഷണമാണ്. തീർച്ചയായും
നിങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിൽ പറ്റുമെങ്കിൽ അത് തന്നെ കഴിക്കാൻ നോക്കുക. തേങ്ങ കുഴപ്പമില്ല, തേങ്ങ നന്നായിട്ട് കഴിക്കാം. അതോടൊപ്പം പയറ്, കടലവർഗ്ഗങ്ങൾ ഫോർ വെജിറ്റേറിയൻസ് നന്നായിട്ട് എടുക്കുക. നട്ട്സും സീഡ്സും എടുക്കുക. നട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കൂടിയ നട്ട്സ് എന്ന് പറയുമ്പോൾ ബദാമും വാൽനട്ട്സും ആണ്. അത് വേണമെന്നില്ല, കപ്പലണ്ടി നമുക്ക് ഒരു പരിധി വരെ എടുക്കാം. പിന്നെ പയറ്, പച്ചപ്പയറ്, വെള്ളക്കടല, അതുപോലെ തന്നെ ചുവന്ന പയറ്, ഇവയൊക്കെ ധാരാളം ഉപയോഗിക്കാം. മുരിങ്ങയില നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. വയറിന് കുഴപ്പമില്ല. ഇൻടോളറൻസ് ഉണ്ട് ചിലർക്ക്, മുരിങ്ങയില കഴിക്കുമ്പോൾ ഇൻടോളറൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ അത് മുരിങ്ങയില ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് പകരം ചീരയിലയോ മറ്റുള്ള എത്രയോ ഇലയുണ്ട്. ചീരയില കൂടാതെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് പാലക്കില, വളരെ നല്ലതാണ്. അതോടൊപ്പം ഉലുവയില, അങ്ങനെ അതൊക്കെ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കാം. അതോടൊപ്പം സീഡ്സ് വർഗ്ഗങ്ങൾ, പംകിൻ സീഡ്, മെലൻ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ഇവയൊക്കെ വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം, ധാരാളം വെള്ളം കുടിക്കുക. വെള്ളത്തിന്റെ അളവ് ഒട്ടും കുറയ്ക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഒരു കീറ്റോജനിക് ഡയറ്റ് എടുക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം ഉണ്ടാവാൻ തന്നെ. അതോടൊപ്പം മെഡിറ്റേഷൻ മാത്രമല്ല, യോഗയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക, ചൂയിങ് തെറാപ്പി, അത് എല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമാണ്. സമാധാനമായിട്ട് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. നമ്മൾ സമാധാനമായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് കഴിക്കുക, ബഹുമാനം കൊടുത്ത് കഴിക്കുക എന്ന് പറയും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ആലോചിച്ച് മുന്നോട്ട് പോയാൽ, ഈ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് എന്നും അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾക്ക് ഒരുവിധം നമ്മൾ ആ ഒരു നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ശരിയായെന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഹെൽത്ത് കെയർ ഡയറ്റ് പ്ലാനിലേക്ക് പോകാം. ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എപ്പോഴും വേണമെന്നില്ല. ഇവയെല്ലാം തന്നെയും എൻ്റെ വീഡിയോസിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ നോക്കി നന്നായിട്ട് പരിശീലിക്കുക. എങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യൻസ്, ഇൻസുലിൻ എടുക്കുന്നവരൊക്കെ എപ്പോഴും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ തന്നെ ചെയ്യുക. അത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ വിളിക്കാം. നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ, ഓൺലൈൻ കൺസൾട്ടേഷൻ വളരെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.